സ്നേഹമുള്ളവരെ, നാം ഇന്ന് ക്രിസ്തുവിന് വേണ്ടി വിശ്വാസ ജീവിതം നയിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ മഹോത്സവത്തിൻ്റെ 5ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ സുദിനത്തിൽ വിശുദ്ധിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാകാൻ പരിശ്രമിക്കാം. ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന വിശുദ്ധ ഗീവർഗീസ് തിന്മയ്ക്കെതിരെ പടപൊരുതി തന്നെ ആശ്രയിക്കുന്നവർക്ക് നന്മയെ ആശ്ലേഷിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ശക്തി പ്രദാനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിനും വാത്സല്യത്തിനും പാത്രമായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ നാം ഓരോരുത്തരും അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ബലഹീനരായ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിനു വേണ്ടി അതികഠിനമായ പീഡനങ്ങൾ സഹിച്ച് ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ വാളിനിരയായി മരണം വരിച്ച ഗീവർഗീസ് എന്ന ധീരവിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി വചനാധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഏതു പ്രതിസന്ധിയിലും വിശ്വാസത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിക്കുവാൻ നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബത്തിനും സാധിക്കട്ടെ. ഇന്നത്തെ തിരുകർമ്മങ്ങൾ നേർച്ചയെ ഏറ്റെടുത്ത് നടത്തുന്ന എലിസബത്ത് ജോർജ് കുടുംബത്തെയും ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും നമുക്ക് ഈ അൽത്താരയിൽ സമർപ്പിക്കാം. ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന സെൻറ്റ് ജോർജ് BCCയെയും സമർപ്പിക്കാം. ഇന്നത്തെ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന റവറൻഡ് ഫാദർ സജിൻ തോമസിനെയും നമുക്കായി വചനപ്രഘോഷണം നടത്തുന്ന റവറൻഡ് ഫാദർ ജിബിൻ ദാസിനെയും ഇടവക വികാരി അജീഷ് അച്ഛനെയും ആദരപൂർവം ബലിവേദിയിലേക്ക് ആനയിക്കാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവകക്കാര് അജീഷച്ച, സ്നേഹം നിറഞ്ഞ ജീവനച്ച, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ ഗീവർഗീസിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാവിധമായ ദൈവികാനുഗ്രഹങ്ങളും എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ നേരുന്നു. ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമ്മെ പഠിപ്പിക്കുന്ന, വഴി നടത്തുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടതും പൈശാചിക തിന്മകളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് എത്രമാത്രം ചേർന്ന് നിൽക്കണമെന്നുമൊക്കെ വിശുദ്ധൻ്റെ ജീവിതം നമ്മെ നന്നായി പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസം കാത്ത് സംരക്ഷിക്കുവാനും പൈശാചികമായ പ്രലോഭനങ്ങളെ തരണം ചെയ്ത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനും നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ദൈവവിശ്വാസതയും പ്രാർത്ഥനയും തകർത്ത് കളയുന്ന ഒന്നാണ് പൈശാചികമായ പ്രലോഭനങ്ങൾ. മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മയിൽ നിന്ന് അവൻ്റെ ജീവിതം വ്യതിചലിച്ചു പോകുന്നതും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോഴാണ്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതെ എന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് കനിയണമേ. അതിന് വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥവും കൃപയും എപ്പോഴും എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ എപ്പോഴും നിലനിർത്തുവാൻ സഹായകമാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാളാഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയവിശുദ്ധിയോടുകൂടെ ഒന്ന് ചേർന്ന് ഈ ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയെ പ്രകാശിപ്പിക്കുവാൻ വിശുദ്ധ ഗീവർഗീസിനെ രക്തസാക്ഷിത്വത്തിന്റെ വിജയം കൊണ്ട് അലങ്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. കർത്താവിന്റെ പീഡാസഹനം അദ്ദേഹം അനുകരിച്ച പോലെ ഞങ്ങളും അദ്ദേഹത്തിന്റെ കാലടികൾ പിൻചെന്നുകൊണ്ട് നിത്യാന്തത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അർഹത കാരുണ്യപൂർവ്വം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് അഗ്രിപ്പ രാജാവും ബെർണിക്കയും ഫേസ്തൂസിനെ അഭിവാദനം ചെയ്യാൻ കേസറിയയിലെത്തി. അവർ അവിടെ വളരെ ദിവസങ്ങൾ താമസിച്ചു. ഫേസ്തൂസ് പൗലോസിൻ്റെ കാര്യം രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫെലിക്സ് തടവുകാരനായി വിട്ടിട്ട് പോയ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും അവനെതിരായി വിധി പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു. വാദിയെ മുഖാഭിമുഖം കണ്ട് തൻ്റെ മേൽ ആരോപിതമായ കുറ്റങ്ങളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക റോമാക്കാരുടെ പതിവല്ല എന്നു ഞാൻ മറുപടി പറഞ്ഞു. അവർ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിൽ ഇരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. വാദികൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കൽപ്പിച്ച തരത്തിലുള്ള ഒരു തിന്മയും അവൻ്റെ മേൽ ചുമത്തിക്കണ്ടില്ല. എന്നാൽ തങ്ങളുടെ തന്നെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും മരിച്ചു പോയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് സമർത്ഥിക്കുന്ന
ഒരു യേശുവിനെക്കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ. എന്തു തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ വെച്ച് ഇവയെപ്പറ്റി വിചാരണ ചെയ്യപ്പെടാനും സമ്മതമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് സംരക്ഷണം നൽകണമെന്ന് പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിൻ്റെ അടുത്തേക്ക് അയക്കുന്നതുവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ കർത്താവെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്ക് പടിഞ്ഞാറും തമ്മിലുള്ള ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൽ കീഴിലാണ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവീൻ. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രൂസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഓവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഓവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഈ ഇടവകയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെയും നമ്മുടെ സജിൻ തോമസ് അച്ഛൻ്റെയും പേരുള്ള ഏറ്റവും ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേരുകയാണ്. എൻ്റെ ഇടവകയും വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയാണ്. ഇവിടെ ഞങ്ങൾ മെയ് മാസം 4-ാം തീയതി ആഘോഷമായി അവിടെ ഈ തിരുനാൾ ആഘോഷിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നാം വായിച്ചു കേട്ടു. അപ്പോൾ അവിടെ നമ്മുടെ എല്ലാവരെയും ഒരു പക്ഷേ സ്പർശിച്ച ഒരു കാര്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം, അതിനു മുമ്പ് നമുക്കറിയാം ദുഃഖവെള്ളിയാഴ്ച, പെസഹ വ്യാഴാഴ്ചയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ. കർത്താവ് ഒറ്റയ്ക്കായിപ്പോയി. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുവരും, കർത്താവിൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞവരും ഒക്കെ കർത്താവിനെ ഉപേക്ഷിച്ചു പോവുകയാണ്. ആരും കൂടെയില്ല. അതെല്ലാം നമ്മൾ പെസഹാവേഴവും ദുഃഖവെള്ളിയൊക്കെ ധ്യാനിച്ചതാണ്. എന്നാൽ ഒരു പരിഭവവുമില്ലാതെ, ഒരു കുറ്റപ്പെടുത്തലുമില്ലാതെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം വീണ്ടും ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ പത്രോസിനോട് കർത്താവ് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ മറ്റുള്ളവരെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് പറ്റി കർത്താവിന്? കാരണം കർത്താവ് പറഞ്ഞു, അന്നൊരു നിയമജ്ഞൻ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു യുവാവ് വന്ന് ചോദിക്കുകയാണ്, കർത്താവേ, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് കർത്താവിനോട് ആ ഒരു നിയമജ്ഞൻ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, അന്ന് യഹൂദരുടെയിൽ ഏകദേശം 365 നിയമങ്ങളുണ്ടായിരുന്നതിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അത് അന്ന് ആ യുവാവിനോട് പറഞ്ഞെങ്കിൽ നമ്മളോരെല്ലാവരോടുമായി കർത്താവ് പറയുന്ന കൽപ്പന എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ് കർത്താവ് പറഞ്ഞത്? ഇവിടെ എന്താണ് കർത്താവ് പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? പറ. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? നിങ്ങൾ മതബോധനം പഠിക്കുന്ന പിള്ളേരാണ് അല്ലേ? ഇപ്പോൾ പറയും, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? കർത്താവ് ഒരു യുവാവെന്ന് ചോദിച്ചപ്പോൾ, താവി നിയമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു കൊടുത്ത നിയമം ഏതാണ്? പറ. ഒന്നാമത്തെ കൽപ്പന, ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മതബോധന അധ്യാപകരോട് ചോദിക്കണം കേട്ടോ. എന്താണ്? പറ. അൽത്താരപാലകന്മാർ പറഞ്ഞോ? അതാണ്. കേട്ടോ നിങ്ങൾ? എന്താണ്? അതാണ്. ഇപ്പോഴും കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ പത്രോസിനോട് ചോദിക്കുകയാണ്, നീ മറ്റുള്ളവരെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അവിടെ സ്വാർത്ഥതയുടെ ഒരു ചിന്ത അവിടെ വരുന്നില്ലേ? കർത്താവ് പറയുകയാണ്, മറ്റുള്ളവരെ എല്ലാവരെക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ വീട്ടിൽ എല്ലാവരോടുമായി ഒരു മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ പറയാണ്, നീ എല്ലാവരെക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും എന്തൊരു സ്വാർത്ഥതയാണ്, അല്ലെ? എന്തൊരു സ്വാർത്ഥപരമായ ഒരു കാര്യമാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പക്ഷേ തോന്നിയിരിക്കാം, മറ്റുള്ളവരെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവർ, എന്തിനാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞ്, നമ്മൾ എന്തിനാണ് കർത്താവ്? ഓരോ ദിവസവും നമ്മുടെ ഹൃദയം മാറിക്കൊണ്ടേയിരിക്കും. അത് സത്യമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണ് മാറ്റം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ ആരാധിച്ചില്ലെങ്കിൽ, ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ
നമ്മൾ മറ്റു പലതിനും ഒന്നാം സ്ഥാനം കൊടുക്കും. അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ശത്രു എന്ന് പറയുന്നത് അത് മൊബൈൽ ഫോണാണ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പിള്ളേർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് അമ്മയും ഹൃദയം കൊടുത്ത് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല? അതിൽ ഏറ്റവും ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ദിവ്യബലിയിൽ പങ്കെടുക്കുക, മതബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഇതൊന്നും ഒരു താല്പര്യവുമില്ലാത്ത, ഒരിഷ്ടവുമില്ലാത്ത, ഒരു തീഷ്ണതയുമില്ലാത്ത ഒരു സമൂഹത്തിൽ നമ്മളായിപ്പോയതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മുടെ ഹൃദയം നമ്മൾ ദൈവത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഹൃദയം നമ്മൾ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്ത് ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം തെറ്റായ കാര്യങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതാണ്. തെറ്റായ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കും. ഒരുപക്ഷെ മൊബൈൽ അഡിക്ഷനാകാം, അല്ലെങ്കിൽ തെറ്റായ ചിത്രങ്ങളാകാം, അല്ലെങ്കിൽ മദ്യപാനമാകാം, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ അശുദ്ധിയുടെ പാപങ്ങളാവാം. ഇതെല്ലാം കൊണ്ട് ഒരാളെ വരിഞ്ഞു മുറുക്കി അദ്ദേഹം പുറമെ വളരെ സന്തോഷവാനായി, ഹാപ്പിയായി, നന്നായിട്ട് എല്ലാവരോടും ചിരിച്ച് കളിക്കുന്നു. പക്ഷേ ഉള്ളം കർത്താവ് പറഞ്ഞതുപോലെ വെള്ളയടിച്ച കുഴിമാടങ്ങളായി തീരും. കാരണം ഉള്ളം അശുദ്ധമാണ്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നേരെ നോക്കുന്നത് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ സുഭാഷിത പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. ഏതെങ്കിലും ബുദ്ധിമായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, നീ ഇവരെക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കണം. കാരണം നിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ചായിരിക്കും നിനക്ക് ഞാൻ ഉത്തരവാദിത്വങ്ങൾ നൽകുക. നിനക്ക് സ്നേഹം കുറവാണെങ്കിൽ നിനക്ക് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. നീ എത്രത്തോളം ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, അപ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ നൽകും. അപ്പോൾ കർത്താവ് ഒന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, ശിമയോൻ്റെ പുത്രനായ യോനപുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എൻ്റെ ചെമ്മരയാടുകളെ മേയ്ക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കർത്താവ് പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, പിന്നീട് നമ്മൾ ഈ സുവിശേഷം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് പത്രോസ് വളരെയധികം നിരാശനാവുകയാണ്. കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് നിരാശനായി പറയുകയാണ്. എന്താണ് പറഞ്ഞത്? നമ്മുടെ പത്രോസ് എന്താണ് ഈ കർത്താവിനോട് പറഞ്ഞത്? കർത്താവേ, നിനക്ക് എല്ലാം അറിയാമല്ലോ, നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. അതിന് വലിയൊരു ചരിത്രമുണ്ട്. നമുക്കറിയാം, അത് അന്ന് കർത്താവിന് ഒറ്റിക്കൊടുത്ത സമയത്തിൽ, കർത്താവിനെ വിധിക്കുവാൻ കൊണ്ടുപോകുന്ന സമയത്തിൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ് അപ്പോസ്തലൻ. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അപ്പോൾ കർത്താവ് വീണ്ടും ഇവരെ ഉപേക്ഷിക്കാതെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഉള്ളിലുള്ള ഒരു നൊമ്പരം ഈ പത്രോസിനുണ്ട്. എന്നാൽ കർത്താവ് എന്നോട് ചോദിക്കുമോ, അന്ന് എന്നെ തള്ളിപ്പറഞ്ഞു, എന്നെ വിട്ട് നീ ഓടിപ്പോയി, നീ എന്നെ മറന്നു, പക്ഷെ അതൊക്കെ കർത്താവ് ചോദിക്കുമോ എന്നുള്ള ഒരു ഭയം കൂടെ ഈ ഒരു പത്രോസിൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാം സമ്മതിച്ചുകൊണ്ട് വളരെ എളിമയോടുകൂടെ പത്രോസ് പറയുകയാണ്, കർത്താവേ, അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന്. പ്രിയം, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ചാണ് നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നത്. വിശുദ്ധർ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർക്ക് തെറ്റ് പറ്റാത്തവരല്ല. നമ്മൾ വിശുദ്ധരാകാൻ പലപ്പോഴും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ചില വ്യക്തികൾക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ എങ്കിലും നമ്മുടെയൊക്കെ വിശ്വാസികളുടെ ഇടയിൽ മെജോറിറ്റി ആയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിശുദ്ധരാകാനാണ് ഇഷ്ടം.
ഇപ്പോൾ വിശുദ്ധരാകാൻ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കാം, അത് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നമുക്കറിയാം, അതിന് ഉദാഹരണമായി കാണുന്നത് മഗ്ദലന മറിയത്തിനെയാണ്, അല്ലേ? മഗ്ദലന മറിയം, അവൾ ഇന്ന് 7 പിശാചിനെയാണ് കർത്താവ് അവളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. നമുക്കറിയാം, അവളുടെ പൂർവ്വചരിത്രമൊക്കെ അറിയാം. വ്യഭിചാരം എന്ന് പറഞ്ഞ വലിയ പാപത്തിൽ ജീവിച്ചവളാണ്. അവസാനം നിയമജ്ഞരും പരിസേയരും കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ, കർത്താവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആ വ്യക്തികളുടെ ഇടയിലേക്ക് മഗ്ദലന മറിയം ഒരു വെങ്കൽ ഭരണി നിറയെ സുഗന്ധദ്രവ്യവുമായിട്ട് വന്ന് ആരെയും മുഖത്ത് നോക്കാതെ, അവിടെ തിരുന്ന ആരുടെയും മുഖത്ത് നോക്കാതെ വളരെ വേദനയോടെ സ്നേഹത്തോടെ തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ആ സുഗന്ധദ്രവ്യം, അതിൻ്റെ ആ വെങ്കൽ ഭരണി തുറന്ന് കർത്താവിൻ്റെ പാദങ്ങളിൽ അവ പൂശി തൻ്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയാണ്. അപ്പോൾ സ്നേഹം പറ്റിപ്പോയ തൊട്ടടുത്തുള്ള മനുഷ്യരെല്ലാം ഇവളെ എതിർക്കുന്നുണ്ട്. നിനക്ക് ഇതുകൊണ്ട് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ലേ? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവിടെ കൂടിയിരുന്നവരോട് പറയുകയാണ്, ഇവൾ എന്നെ അധികമായി സ്നേഹിച്ചു, അതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വിശുദ്ധരാവുക എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എത്രത്തോളം സ്നേഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാവുക. കാരണം നമ്മെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മെ നയിക്കേണ്ട മോട്ടോർ അല്ലെങ്കിൽ യന്ത്രം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹം കൂടാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തികളും ദൈവം സ്വീകരിക്കുകയില്ല. അത് സത്യമാണ്. നമ്മൾ സ്നേഹം ചാലിച്ച് സ്നേഹത്തോടു കൂടി ഓരോ ദിവസവും ഒരു കുഞ്ഞു കാര്യമാകാം. ഇപ്പോൾ വിദ്യാർത്ഥികൾ 1 മണിക്കൂർ പഠിക്കാനിരിക്കുകയാണ്, 1 മണിക്കൂർ അവർ പഠിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ പറയണ, കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നിനക്ക് ഞാനൊരു ബലിയായി എൻ്റെ ഈ പഠന സമയം ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ പഠിക്കാനിരിക്കുമ്പോൾ ഈ 1 മണിക്കൂറും കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിയാണ്. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വീണ്ടും വീണ്ടും കൃപകൾ തരും. നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിനെ ശക്തിപ്പെടുത്തും, നമ്മുടെ ജീവിതത്തെ സഹായിക്കും, നമ്മുടെ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ എന്ത് ജോലിയായാലും, ഇപ്പോൾ നമ്മൾ ഡെയിലി മറ്റ് വർക്കുകൾ ചെയ്യുന്നവരായാലും, ഒരു കുടുംബനാഥ കുടുംബത്തിൽ ഉള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴും പ്രിയമുള്ളവരെ, കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ ഇതിനേക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സത്യമായിട്ട് ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അതിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്തു നോക്കിക്കേ. തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാന്മാരായ വ്യക്തികൾ നിങ്ങളായിരിക്കും. പെട്ടെന്ന് ഓർക്കുകയാണ് വിശുദ്ധ ഫൗസ്തീന അമ്മയുടെ ജീവിതം. വിശുദ്ധ ഫൗസ്തീന അമ്മ നമുക്കറിയാം, രോഗിയായിരുന്നു, മഠത്തിലായിരുന്നപ്പോൾ രോഗിയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും വലിയ ഒരു പാത്രം നിറയെ അവിടുത്തെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും, അവിടെ സന്യാസ സമൂഹത്തുള്ള എല്ലാവർക്കും വേണ്ടി വലിയൊരു പാത്രം നിറയെ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിനെ കൊടുക്കണം, ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരാഴ്ച ഈ വിശുദ്ധ ഫൗസ്തീന അമ്മയുടെ ടേണായിരുന്നു. വിശുദ്ധ ഫൗസ്തീന അമ്മയാണ് അന്ന് അടുക്കളയിൽ പോയി ഇത്രയും വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് അത് എടുത്ത് വയ്ക്കുവാൻ ഈ ഫൗസ്തീന അമ്മയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്, മറ്റ് സഹോദരിമാരൊന്നും സഹായിക്കാൻ വരുന്നില്ല, ഞാൻ ഈ അസുഖം പിടിച്ച എന്നെ മാത്രം ഈ അടുക്കളയിലേക്ക് വിട്ടു, അടുക്കളയിലേക്ക് ഞാൻ മാത്രം ജോലി ചെയ്യണം. അങ്ങനെ ഒത്തിരിയധികം ആ വിഷമമൊക്കെ ഈ ഫൗസ്തീന അമ്മയുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഒരു ദിവസം കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, മകളെ, നിൻ്റെ ഈ ജീവിത ഭാരം എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ എനിക്ക് തരിക. നീയല്ല ഇത് ചെയ്യുന്നത്, എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ എനിക്ക് തരിക എന്ന് പറയുമ്പോൾ ഈ ഫൗസ്തീന അമ്മ അന്ന് ഈ ഒരു തൻ്റെ ജോലി, അടുക്കളയിലെ ജോലി, വലിയൊരു ഭാരമുള്ള ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഫൗസ്തീന അമ്മ ഇത് സമർപ്പിക്കുകയാണ്, ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദൈവം ചോദിച്ചതുപോലെ, കർത്താവ് ചോദിച്ചതുപോലെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഫൗസ്തീന അമ്മ പറയുകയാണ്,
ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം അതിനെ റോസാപ്പൂക്കൾ എടുത്ത് മാറ്റി വയ്ക്കുന്നത് പോലെ ഒരു ഭാരവുമില്ലാതെ അന്ന് അത് കർത്താവിൻ്റെ ആ ഒരു കൃപയാൽ അനുഗ്രഹത്താൽ അവൾക്കത് ചെയ്ത് സന്തോഷത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിച്ചുവെന്ന് ഫൗസ്തീന അമ്മ എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്ഷീണം, ഒരു മടുപ്പ്, ജീവിതത്തിൽ അലസത, ഇനി എന്തിനാണ് ഈ ഭൂമിയിൽ മടുത്തു എന്നൊക്കെ തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹം അണഞ്ഞുപോയി എന്നുള്ളതാണ്, സ്നേഹം കെട്ടുപോയി എന്നുള്ളതാണ്. ദൈവം ചോദിക്കുകയാണ്, നീ എല്ലാറ്റിനുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസിനോട് ചോദിച്ചപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും? പ്രിയമുള്ളവർ, ഒത്തിരിയധികം നമ്മുടെ സഭയിൽ ഒത്തിരിയധികം വിശുദ്ധരുണ്ട്, ഒത്തിരിയധികം വിശുദ്ധർ. നമുക്കറിയാം, വിശുദ്ധ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, അതുപോലെ തന്നെ നമ്മുടെ പാദ്രോ പിയോ, അതുപോലെ നമ്മുടെ ജോൺ മരിയ വിയാനി, നമ്മുടെ അൽഫോൺസാമ്മ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിശുദ്ധരുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരും എല്ലാ വിശുദ്ധരുടെ ജീവിതം നോക്കുകയാണെങ്കിലും അവർ ഒന്നടങ്കം പറയുന്നത് ഈ ലോകത്തിൽ അവർ ആശ്രയിച്ചപ്പോൾ കിട്ടുന്നതിനേക്കാളും ഇരട്ടി സന്തോഷവും സമാധാനവും ദൈവത്തിൽ അവർ അർപ്പിച്ചപ്പോഴാണ്. അവരുടെ ആശ്രയം ദൈവത്തിൽ അവരുടെ ആശ്രയം അർപ്പിച്ചപ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ ഭാരമായി തോന്നുന്നത് സ്നേഹമില്ലായിടത്തെടുത്ത്, സ്നേഹം തരാൻ സാധിക്കാത്തടത്ത് നമ്മൾ സ്നേഹം അന്വേഷിക്കുന്നു. സാന്ത്വനം തരാൻ സാധിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ സാന്ത്വനം തേടി പോകുന്നു. നമുക്ക് ഒരു സമാധാനം തരാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് സമാധാനം. മുമ്പിൽ ഇന്ന് ദൈവം വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ തരുന്നത് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ എൻ്റെ ഹൃദയം ഇന്ന് നമ്മോട് ഓരോരുത്തരുമായിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ എല്ലാറ്റിനും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവർ, ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയുവാൻ സാധിക്കും? ഇപ്പോൾ ഉദാഹരണമായി ഞാൻ പറയാം, നിങ്ങൾ എന്തിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം എവിടെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ചോദ്യം പറയാം. അപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഓരോ ദിവസവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് നമുക്കെല്ലാം തന്നത്. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാൻ എളുപ്പം. നിങ്ങൾ ഓരോ ദിവസവും ഏറ്റവും അധികം സമയം എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ ദൈവം. അത് തന്നെയാണ് നിങ്ങളുടെ ദൈവം. പക്ഷേ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ അത് മറ്റൊരു തലത്തിലേക്ക് മാറും. അത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പിന്നീട് കർത്താവിന് കൂടി മരിക്കുകയാണ്, കർത്താവിന് വേണ്ടി രക്തം ചിന്തുകയാണ്. അവൻ അന്ന് വെറും വാക്കല്ല പറഞ്ഞത്, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് വെറും വാക്കല്ല പ്രിയമുള്ളവരെ പറഞ്ഞത്, അത് സത്യമായ വാക്കുകളായിരുന്നു. അത് പിന്നീട് കാണുവാൻ സാധിക്കുന്നത് കർത്താവിനെ പോലെ, കർത്താവിൻ്റെ അത്ര യോഗ്യതയോടുകൂടി മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല, കർത്താവിനെ പോലെ മരിക്കുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തല കീഴായി അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊല്ലുവാൻ അദ്ദേഹം സമ്മതിക്കുകയാണ്. പ്രിയമുള്ളവർ, യഥാർത്ഥ സ്നേഹമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഓർക്കുകയാണ്, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാൻ സാധിക്കും, പക്ഷേ ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എത്രത്തോളം സ്നേഹിച്ചു എന്നതിലാണ്. അതുമാത്രമാണ് ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വെറുതെ നമ്മൾ തിരുനാൾ ആഘോഷിച്ച് എന്തെങ്കിലും മാത്രം കേട്ട്, ഇതുവഴി കേട്ട്, ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കടന്നുപോയി നിങ്ങളുടെ ജീവിതം പാഴാക്കരുതേ. നിങ്ങൾ ഇവിടെ വൈദികർ വന്ന് സംസാരിക്കും, മറ്റ് റിഫ്ലക്ഷൻസൊക്കെ കിട്ടും. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന
ചെറിയ ചെറിയ നല്ല ചിന്തകൾ നിങ്ങളത് എഴുതിയെടുക്കുകയും നിങ്ങളത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരുനാളിൻ്റെ ആ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കുക. പ്രിയമുള്ളതല്ലാതെ എത്ര തിരുനാൾ കൂടിയാലും എത്ര തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വന്നില്ലെങ്കിൽ, ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ തിരുനാൾ ആഘോഷങ്ങളുടെ അർത്ഥം? ഞാൻ ഈ ദിവ്യബലിക്ക് വരുന്നതിന് ശേഷവും വീട്ടിൽ പോയി വീണ്ടും പൊട്ടിത്തെറിയാണ്, അല്ലെങ്കിൽ പഴയ ജീവിത സാഹചര്യത്തിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ എന്ത് കൃപയാണ്, ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചത്? വീണ്ടും ആ പഴയ അലസതയിലേക്ക്, വീണ്ടും മണിക്കൂറുകളോളം മൊബൈൽ നോക്കി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെയാണ് ഓരോ ദിവ്യബലിയും ഓരോ തിരുനാൾ ആഘോഷത്തിൻ്റെ ഒത്തിരിയധികം ടോക്കുകൾ കേട്ടതിന് ശേഷവും വീണ്ടും അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അത് എന്ത് പരിവർത്തനമാണ്? നമ്മുടെ സമയമൊക്കെ വേസ്റ്റല്ലേ? നമ്മളിവിടെ വൈദികർ വന്ന് പ്രഘോഷിക്കുന്നതും നമ്മൾ പങ്കെടുക്കുന്ന ദിവ്യബലികളൊക്കെ വേസ്റ്റല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് തന്നെ തേടിപ്പോയാലും, എവിടെ നിങ്ങൾ സമാധാനം തേടിപ്പോയാലും, കർത്താവിൻ്റെ പക്കലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം, ആഴത്തുള്ള സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കടൽക്കരയിൽ മക്കളെ നിങ്ങൾ പിടിച്ചതിൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്താതെ, നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയാതെ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾ ഈ ഭൂമിയിൽ തിരിച്ചറിയാതെ പോയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾക്കായിരിക്കും. സത്യമാണ്, ഏറ്റവും വലിയ നഷ്ടം. കാരണം കർത്താവിൻ്റെ സ്നേഹത്തോളം കമ്പയർ ചെയ്യുവാനായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവിനെ പ്രതി ഞാൻ സകലതും ഉച്ഛിഷ്ടമായി കരുതുകയാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ വെറും ഉച്ഛിഷ്ടമായി കരുതുകയാണ്. മരണം എനിക്ക് നേട്ടമാണ്, ജീവിതം എനിക്ക് ക്രിസ്തുവാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവാണ് എൻ്റേതെല്ലാം എന്ന് പറയുകയാണ് പ്രിയമുള്ളത്. അതുകൊണ്ട് ഓരോ ദിവസവും ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ മാത്രമേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ തലത്തിൽ നമുക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇടവകയിലായിരുന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ ചിന്തിക്കുക, നീ ചെയ്തത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്, നീ മനുഷ്യനെ പ്രീതിപ്പെടുത്താനാണ് ചെയ്തത്, മനുഷ്യൻ്റെ കയ്യടി കിട്ടാനാണ് ചെയ്തത്. നീ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും, അവനെ കുറ്റപ്പെടുത്തിയാലും അവനെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലും, അവനെ ഒറ്റപ്പെടുത്തിയാലും അവന് ഒരു പരിഭവവുമില്ല, ഒരു വിഷമവുമില്ല. കാരണം ഞാൻ ചെയ്തത് എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്, ദൈവത്തെ സ്നേഹിക്കാനെന്നുള്ള പൂർണ്ണ ബോധ്യം അവൻ്റെ ഉള്ളിലുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ആരും മൈൻഡ് ചെയ്തില്ല, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എല്ലാവരും വീണ്ടും കുറ്റം പറയുന്നുവെന്ന് നമ്മുടെ ജീവിത അവസാനം വരെ അങ്ങനെ പറഞ്ഞ് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു അനുഭവത്തിനായി ധ്യാനിക്കണം. ഞാൻ അവസാനമായി വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഒത്തിരിയധികം ജീവിതത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആധ്യാത്മിക സാധന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വളരെ മനോഹരമായ പുസ്തകം. ഒരു മാസം എല്ലാവർക്കും ധ്യാനിക്കുവാൻ രീതിക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആധ്യാത്മിക സാധന. അപ്പോൾ അതിൽ അദ്ദേഹം 61 വയസ്സ് വരെ ജീവിതത്തിൻ്റെ ദൈവാനുഭവത്തെക്കുറിച്ച് പല തരത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഭവം, ദൈവം ജീവിതത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ 61 വയസ്സ് വരെ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ 61-ാമത്തെ വയസ്സിൽ അദ്ദേഹം മൊൺട്രീസ എന്ന് പറയുന്ന ആ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നുള്ളൊരു ശക്തമായ ദൈവത്തിൻ്റെ സ്നേഹം അദ്ദേഹം അനുഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതുകയാണ്, ഞാൻ ഈ 61 വയസ്സ് കാലം അനുഭവിച്ച വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ജീവിതത്തിൽ അദ്ദേഹം വളരെയധികം പാവപ്പെട്ടവരെയും മക്കളെയൊക്കെ ഇങ്ങനെ ഒത്തിരിയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. ജീവിതം
പകൽ മുഴുവനും പലവിധ പ്രവർത്തനങ്ങൾ വ്യാപൃതനായി ഒരു സമയവുമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ ഫിലിപ്പ് നേരി. എന്നാൽ അദ്ദേഹം എപ്പോഴും പറയും, പക്ഷേ എനിക്കിഷ്ടം, എൻ്റെ ഇഷ്ടം എപ്പോഴും എൻ്റെ ദൈവത്തോടു കൂടെ നിശബ്ദയിലായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കിഷ്ടം എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് സ്വർഗീയ അനുഭവം, സ്വർഗീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കുകയാണ് ഇഷ്ടം. അപ്പോഴങ്ങനെ ഒരു ദിവസം തിരക്കുകളെ കഴിഞ്ഞ് ഈ ഒരു സമയം പള്ളി ആരുമില്ല, ഈ ഫിലിപ്പ് നേരി വന്നിട്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം തരണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിച്ച് വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു ദൈവ സ്നേഹം ഈ ഫിലിപ്പ് നേരിയുടെ ഹൃദയത്തിൽ വരികയാണ്. അദ്ദേഹത്തിന് ഹൃദയം പൊട്ടിപ്പോകും എന്നുള്ള ആ തലത്തെത്തുമ്പോൾ അദ്ദേഹം വിളിക്കണ, കർത്താവേ, ഇനി എനിക്ക് വേണ്ട, ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത അത്രയായിപ്പോയി, ഇനി എനിക്ക് വേണ്ട കർത്താവേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൈകളിലെല്ലാം ഇൻ്റർനെറ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം. ചരിത്രത്തെ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 വാരിയെല്ലുകൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് വളഞ്ഞുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 വാരിയെല്ലുകൾ ദൈവസ്നേഹത്താൽ ഹൃദയം നിറഞ്ഞ് ഈ 3 വാരിയെല്ലുകളും അത് വളഞ്ഞുപോയി എന്നുള്ളതാണ്. അത് പഠിക്കാനൊക്കെ പിന്നീട് എടുത്തു. പ്രിയമുള്ള, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ സത്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഭവങ്ങളൊക്കെ സാന്നിധ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശാലോം ടി വിയോ അല്ലെങ്കിൽ ഗുഡ് ന്യൂസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി ലോക കാര്യങ്ങളിലേക്ക് മുഴുകിപ്പോകുന്നു. ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ല, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ താല്പര്യമില്ല, വചനം വായിക്കാൻ താല്പര്യമില്ല. ലോകത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഭവമില്ല. കർത്താവ് ഓരോ ദിവസവും ഈ അൾത്താരയിൽ മുറിയപ്പെടുമ്പോൾ അതിനൊന്നും താല്പര്യമില്ല, അതൊന്നും ബോറാണ്. കാരണം അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. വിശുദ്ധ ജോസ് മരിയ പറഞ്ഞു, ആരാണ് പറയുന്നത് ദിവ്യബലി അല്പം താമസിച്ചു പോയി എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് അവൻ്റെ സ്നേഹം വളരെ ചെറുതാണ്. ദിവ്യബലി പ്രാർത്ഥനാ കൂട്ടായ്മകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ വേളകൾ അല്പം കൂടിപ്പോയി എന്ന് പറയുന്നവൻ്റെ സ്നേഹം വളരെ ചെറുതാണ്. അവൻ്റെ സ്നേഹം ചെറുതായതുകൊണ്ടാണ് അവൻ പറയുന്നത് ദിവ്യബലി കൂടിപ്പോയി, പ്രാർത്ഥന ജപമാല താല്പര്യമില്ല. എല്ലാത്തിനും സമയമുണ്ട്, 24 മണിക്കൂർ എല്ലാത്തിനും സമയമുണ്ട്. ജപമാല ചൊല്ലണം. ജപമാല തീർച്ചയായിട്ടും അത് പിശാചിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. ദൈവത്തെ ആരാധിക്കുക പ്രിയമുള്ളവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദൈവത്തെ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് ആ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് ഞാൻ ദൈവത്തെ തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കുക. അതിനൊന്നും ആർക്കും ഒരു കഴിവുമില്ല എന്നുള്ളതാണ്. ആർക്കും പറയാൻ സാധിക്കില്ല, അയ്യോ ഞാൻ അറിഞ്ഞില്ല, എനിക്കറിയില്ലായിരുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. ഹാവ് എനി പ്രോബ്ലം, എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും? സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ എനിക്ക് കൂട്ടിവയ്ക്കുവാൻ സാധിക്കുന്നുണ്ടോ? നിൻ്റെ ഹൃദയം എവിടെയാണ്, നിൻ്റെ സമ്പത്ത് എവിടെയാണ്, അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. വിശുദ്ധ ഗീവർഗീസ് വലിയൊരു മാതൃക നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഇടവക മധ്യസ്ഥൻ ഇത്രമാത്രം തീഷ്ണതയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒത്തിരിയധികം പ്രസംഗങ്ങൾ നിങ്ങൾ വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അത് സന്നിധിയിൽ ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെയും യാചനകളെയും ഹൃദയപൂർവ്വം ഈ നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപാധ്യക്ഷനായ വിൻസെൻ്റ് സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനെയും എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിനത്തിൽ നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട സജിൻ തോമസ് അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ വിശുദ്ധ
ബഹുമാനപ്പെട്ട ജിബിൻ ദാസ് അച്ഛനെയും ഇടവക വികാരി ബഹുമാനമുള്ള അജീഷ് ക്രിസ്തു അച്ഛനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ വിശ്വാസ ചൈതന്യത്തിൻ്റെ പാതയിലും ഐക്യത്തിലും നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എലിസബത്ത് ജോർജ് കുടുംബത്തെയും ഇടവകയിലെ ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ചുകൊണ്ട് അങ്ങേ തിരുത്തിനനുസരിച്ച് ജീവിത വിജയവും ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ നാടിനെ നയിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനങ്ങളുടെയും അഭിവൃദ്ധിയും സമാധാനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകി രാഷ്ട്ര നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞുമക്കളെയും യുവതീ-യുവാക്കളെയും അങ്ങേ തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിലൂടെ നീങ്ങിക്കൊണ്ട് അങ്ങയുടെ ആനന്ദ സ്നേഹത്തിലേക്ക് കടന്നുവന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിക്കുന്ന പാപിയെ മാറോട് ചേർക്കുന്ന നല്ല ദൈവമേ, നാളിതുവരെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അങ്ങേ കരുണയാൽ മായിച്ചു കളഞ്ഞ് തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഫലം നൽകുന്ന അത്തിവൃക്ഷങ്ങളായി മാറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ വെട്ടിയൊരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, ഇന്നത്തെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സെൻറ്റ് ജോർജ് BCCയിലെ ഓരോ കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കുവാനുള്ള കൃപാവരം നൽകി ഇടവകയിലെ ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവദായകനായ ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച എല്ലാവരെയും എല്ലാ ആത്മാക്കളെയും അങ്ങേ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിത യാത്രയിൽ വന്നുപോയ വീഴ്ചകൾക്ക് അങ്ങ് മാപ്പ് നൽകി അങ്ങേ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യമരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും യാചനകളും ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ കനിവാർന്ന് സ്വീകരിക്കണമേ.
വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർതൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈമുതൽ നാഥാ നിന്ദാനമാണി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. സ്വീകരിച്ചാലും നാഥാ സ്വീകരിച്ചാലും ഈ എളിയവർതൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും ജീവിതത്തിൽ പങ്കുവച്ചിടാം. സ്വീകരിച്ചാലും നാഥാ സ്വീകരിച്ചാലും ഈ എളിയവർതൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും അങ്ങയോടൊന്നായി താതനു യാഗമേകിടാം. യോഗ്യമല്ലെന്നാത്മാവും ദേഹവും നാഥാ. അങ്ങയോടൊന്നായി താതനു യാഗമേകിടാം. യോഗ്യമല്ലെന്നാത്മാവും ദേഹവും നാഥാ. പാപമോചനവും കൃപയും എന്നിലേക്കണമേ നിത്യം പുണ്യജീവിത പാതയിൽ. എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിൻ്റെ സ്മരണയിൽ അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന അനുരഞ്ജനത്തിൻ്റെയും സ്തുതിയുടെയുമായ ഈ ബലി സ്വീകരിക്കണമേ. അങ്ങനെ ഈ ബലി ഞങ്ങളെ പാപമോചനത്തിലേക്ക് നയിക്കുകയും നിത്യമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലെ
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവിനെ അനുഗ്രഹിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുകയും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിമവെണ്ണരം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സൊമ്മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ മെത്രാനോടും സഹമെത്രാനായ സെൽവരാജനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്ന നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കണം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും
ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. ഒരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. ഒരുപോലെ ചേർക്കും നീ വേദി. മനസ്സൊരു സക്രാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ.
സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനാ ദൈവം തരും സ്വർഗീയമന്നായി ഭോജ്യം ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്കാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലി ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. യേശുവിനാത്മാവേ യേശുവിൻ ശരീരമേ യേശുവിൻ തിരുനിണമേ യേശുവിൻ തടജലമേ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുനാളിൻ്റെ 5-ാം ദിവസമായ ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച വൈദികരെ നന്ദിയോട് ഓർക്കുകയാണ്. ഇന്നത്തെ തിരുനാളിൻ്റെ മുഖ്യ കാർമ്മികനായിരുന്നത് സ്നേഹബഹുമാനമുള്ള സജിൻ തോമസ് അച്ഛനാണ്. അച്ഛൻ രൂപത മീഡിയ കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ടും പുത്തനാവിള പള്ളിയിലെ ഇടവക വികാരി അച്ഛനുമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഭക്തിസാന്ദ്രമായ ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹബഹുമാനമുള്ള അച്ഛൻ. സെമിനാരിയിൽ ഞങ്ങൾ 3 പേരും 6 വർഷം ഒരുമിച്ച് പെയ്യാട് സെമിനാരിയിൽ എൻ്റെ ജൂനിയറായിട്ടൊക്കെ വരികയും ഒരുമിച്ച് അവിടെ നിന്ന് പഠിച്ച് വൈദികരായവരാണ് ഞങ്ങൾ. ഏറെ പ്രത്യേകിച്ച് സജിൻ തോമസ് അച്ഛൻ ഞാൻ അച്ഛനായ സമയത്തൊക്കെ ഇടവകയിൽ വന്ന് സേവനമനുഷ്ഠിക്കുകയും സഹായിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗായകനാണ്, അതോടൊപ്പം തന്നെ മ്യൂസിഷ്യനാണ്. നല്ല ഗാനങ്ങൾ രചിക്കുകയും അത് സംഗീതം ചെയ്ത് യൂട്യൂബ് ചാനലിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് അത് പല രീതിയിലൊക്കെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും എന്നെ അച്ഛൻ വിളിച്ചിരുന്നു, കൊച്ചിയിൽ പോകാമോ? എന്തിനാ കൊച്ചിയിൽ പോകുന്നത്? അവിടെ സ്റ്റുഡിയോയിൽ പോകണം, ഒരു പാട്ട് റെഡിയാക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയും പോയി ഒരു പാട്ട് റെഡിയാക്കിയിട്ട് വന്നിട്ട് സന്തോഷത്തോടു കൂടെ ഇരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വേണ്ടി ഭക്തിസാന്ദ്രമായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച സ്നേഹഭഗവാനുള്ള സജിൻ തോമസ് അച്ഛന് പാലോട് ഇടവകയുടെ പേരിലുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദി സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളുന്നു. നമുക്കിന്ന് വചന സന്ദേശം നൽകിയത് സ്നേഹബഹുമാനമുള്ള ജിബിൻ ദാസ് അച്ഛനാണ്. നമ്മുടെ രൂപത കോടതി ജഡ്ജ്, ഇടവക വികാരി മുള്ളലിവിള. മനസ്സ് നിറയെ വചനം വിളമ്പി വചനത്തോടു കൂടി സംവദിക്കുന്നതാണ് ശ്രദ്ധിക്കപ്പെട്ടത്. വചനം കൊണ്ട് തന്നെ അതിനെ ബലവത്താക്കുകയായിരുന്നു അച്ഛൻ്റെ വചന സന്ദേശം.
വിശുദ്ധരുടെയും സഭാ പണ്ഡിതന്മാരുടെയും ഒക്കെ ജീവിതത്തിലൂടെയും അവരുടെ ചിന്തകളിലൂടെയൊക്കെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നതാണ് ചിന്താ വിഷയം. ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുമോ എന്ന് ആ ഒരു ചോദ്യം, ആരെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുക? നമ്മൾ എവിടെയാണോ നമ്മളുടെ നിക്ഷേപം, അവിടെയായിരിക്കും നമ്മളുടെ ഹൃദയം. ഏറ്റവും അവസാനത്തെ ചോദ്യം വളരെ ചിന്തനീയമായിരുന്നു. കാരണം നമ്മൾ ആരെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചാൽ നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥ. എന്തിനാണ് തിരുനാളുകൾ, എന്തിനാണ് ദിവ്യബലി? പള്ളിയിൽ വരാത്തവർക്ക് ദിവ്യബലിയിൽ പങ്കെടുത്തിട്ട് കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പോൾ അത് അപ്രകാരമുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളാൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ദൈവസ്നേഹത്തിൽ അടുപ്പിക്കുകയും ചെയ്ത സ്നേഹബഹുമാനുള്ള ജിബിൻ ദാസ് അച്ഛൻ എൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് കൂടെയാണ്, എൻ്റെ ആൻറ്റിയുടെ മകനും കൂടെയാണ്. വേറെ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകിയ സ്നേഹബഹുമാനമുള്ള ജിബിൻ ദാസ് അച്ഛനും ഇടവകയുടെ പേരിലുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ദിവ്യബലി നേതൃത്വം സെൻറ്റ് ജോർജ് BCC കുടുംബാംഗങ്ങളാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുനാളിന് വേണ്ട നേർച്ച സമർപ്പിച്ച കുടുംബം എലിസബത്ത് ജോർജ് കുടുംബമാണ്. വേറെ പ്രത്യേകിച്ച് ആ കുടുംബത്തെ അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ സമർപ്പിക്കുകയും ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്നേഹവിരുന്ന് ആ കുടുംബം ഒരുക്കിയിട്ടുണ്ട്. അതിനും പ്രത്യേകമാവിധം ഇടവകയുടെ പേരിലുള്ള നന്ദി സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. നാളെ ശനിയാഴ്ച വൈകുന്നേരം 5:15 മണിക്ക് ജപമാല, ലിറ്റനി നൊവേന, 6 മണിക്ക് തിരുനാൾ ദിവ്യബലി. മുഖ്യ കാർമ്മികൻ വെരോൺ മോൺസിഞ്ഞോർ BP ജോസ്, രൂപതാ ശുശ്രൂഷ കോർഡിനേറ്റർ, ഇടവക വികാരി ആറയൂർ. വചനപ്രഘോഷണം വെരി റവറൻ ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ, റെക്ടർ സെൻറ്റ് വിൻസെൻ്റ് സെമിനാരി പോങ്ങമോട്. ദിവ്യബലി നേതൃത്വം സെൻറ്റ് ജൂഡ് BCC. സ്നേഹനിറയവരെ, സാധിച്ചതിൽ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ പള്ളിയിൽ വരുന്നത്. ഇതിനു മുൻപ് 2018 വർഷങ്ങളായി ഏതോ ഒരു ഈസ്റ്റർ ദിവ്യബലിക്ക് വന്നതാണ്, ഓർമ്മയുണ്ട്. അതിനുശേഷം ഇന്നാണ് ഒരു തിരുനാൾ ആഘോഷത്തിൽ എന്നാണ് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ 2 പേരും വളരെ സന്തോഷത്തോടു കൂടെ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്ത് ഒരു 1.5 മണിക്കൂറോളം യാത്രയൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടെ അച്ഛൻ ഞങ്ങൾ 2 പേരെയും ക്ഷണിച്ചു. പ്രത്യേകിച്ച് അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ബലിയർപ്പിക്കുവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ സെമിനാരി കാലഘട്ടത്തിൽ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം അച്ഛൻ വൈദികനായ ശേഷം അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛനെ സഹായിക്കാൻ ഞാൻ പോയിരുന്നു എന്നുള്ളതാണ്. ഞാൻ അച്ഛനെ സഹായിക്കാനല്ല പോയത്, അച്ഛൻ എന്നെ സഹായിക്കുകയായിരുന്നു. കാരണം സെമിനാരിയിൽ ഏകദേശം ഡീക്കൻ പട്ടത്തോടടുക്കുന്ന സമയത്ത് ദേവാലയത്തിൽ ആൾത്താരയിൽ നിന്ന് വചനം പറയുവാനും പ്രഘോഷിക്കാനും ഒക്കെ നമുക്ക് പരിശീലനമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ ഇങ്ങനെ പോയി പറഞ്ഞ് പരിശീലനങ്ങൾ നേടാറുണ്ട്. അങ്ങനെ അച്ഛൻ തന്നെ എന്നെ വിളിച്ച് അച്ഛൻ്റെ ഇടവകയിൽ അതിന് വേണ്ടുന്ന പരിശീലനം അച്ഛൻ എനിക്ക് നൽകുകയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഡീക്കനാകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമൊക്കെ അച്ഛൻ്റെ ഇടവകയിലാണ് ഞാൻ പോയി ശുശ്രൂഷ ചെയ്ത് എൻ്റെ വചന പ്രഘോഷണവും വചന സന്ദേശവും ഒക്കെ നൽകാനായിട്ട് അവസരം അച്ഛൻ നൽകിയത്. അപ്പം അതുകൊണ്ട് തന്നെ അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഈ എന്ത് ആവശ്യങ്ങൾ വരുമ്പോഴും സഹായത്തിനൊക്കെ അച്ഛൻ ഓടിയെത്താറുണ്ട്. വളരെയധികം സ്നേഹത്തോടുകൂടെ എപ്പോഴും കരുതുകയും എപ്പോഴും സഹോദര തുല്യമായിട്ട് സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന വൈദികനാണ് പ്രിയപ്പെട്ട അച്ഛൻ. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ അച്ഛൻ സ്നേഹത്തോടെ ക്ഷണിച്ചു. പ്രത്യേകമായിട്ട് അച്ഛനെ ഞങ്ങൾ 2 വൈദികരുടെയും പേരിൽ സ്നേഹത്തോടു കൂടെ
ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥവും കൃപയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ എപ്പോഴും നിറങ്ങി നിൽക്കാൻ അവിടുന്ന് സഹായിക്കട്ടെ. നിങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദിയും ദൈവാനുഗ്രഹങ്ങളും സ്നേഹത്തോടുകൂടെ നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ആഘോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങേ സ്വർഗീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യവിരുന്നിൽ അങ്ങേ പുത്രന്റെ മരണം പ്രഖ്യാപിക്കുന്ന ഞങ്ങളെ വിശുദ്ധരായ രക്തസാക്ഷികളോടൊത്ത് അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുകാരാക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്കുതിരിക്കുകയും നിങ്ങൾക്കു തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഗീവർഗീസിൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യവും നിന്നെ വാഴ്ത്തി വണങ്ങ ശക്തി തരേണമേ.